السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സ്വലാത്തുൽ ഇസ്തിഖാറയെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദർസിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ സ്വലാത്തുൽ ഇസ്തിഖാറ എന്നറിയപ്പെടുന്ന നമസ്കാരവും അതിനുശേഷമുള്ള വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയും. പക്ഷേ പല കാരണങ്ങളാൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയ, ഏറെ വിസ്മരിക്കപ്പെട്ടു പോയ ഒരു വിഷയമാണ് സ്വലാത്തുൽ ഇസ്തിഖാറയും അതിനുശേഷമുള്ള ദുആയും. നമ്മുടെ ജീവിതത്തിൽ നാം ഇത് നിരന്തരം പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ധാരാളം 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 ഖൈറുകൾ, പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ധാരാളക്കണക്കിന് തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഈ ഒരു സുന്നത്തിനെ വിസ്മരിച്ചു കളഞ്ഞു. അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ തടയപ്പെടുകയും ധാരാളം ഷർറുകൾ ഉണ്ടായിത്തീരുകയും ചെയ്തിരിക്കുന്നു. നന്മയെ നേടിയെടുക്കുവാനും തിന്മയെ ഇല്ലാതെയാക്കുവാനുമുള്ള ഒരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ച ഒരു വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് സ്വലാത്തുൽ ഇസ്തിഖാറയെ സംബന്ധിച്ചും അതിനുശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചും ഒരല്പം വിശദീകരിക്കുവാനാണ് ഈ ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമസ്കാരം. അൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടുന്നതിനാണ് ഇസ്തിഖാറ എന്ന് പറയുന്നത്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ ഇസ്തിഖാറയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ടുള്ള മൊത്തത്തിലുള്ള ഉദ്ദേശം വൽ മുറാദു തലബു ഖൈരിൽ അംറൈനി ലിമൻ ഇഹ്താജ ഇലാ അഹദിഹിമ. രണ്ടു കാര്യങ്ങളിൽ ഏറ്റവും ഖൈറായതിനെ തേടുന്നതിനാണ് ഇസ്തിഖാറ എന്ന് പറയുന്നത്. ഇസ്തഖാറ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ത്വലബ മിൻഹുൽ ഖിയറ, അള്ളാഹുവിനോട് തെരഞ്ഞെടുപ്പിനെ തേടി അല്ലെങ്കിൽ ഖൈറിനെ തേടി എന്നാണ് ഇസ്തഖാറ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. ഖാറല്ലാഹു ലഹു എന്ന് പറഞ്ഞാൽ അഅതാഹു മാ ഹുവ ഖൈറുൽ ലഹു, അള്ളാഹു ഒരാൾക്ക് ഖൈർ നൽകി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടലാണ്, തെരഞ്ഞെടുപ്പിനെ ആവശ്യപ്പെടലാണ്. ആരോട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിഷയത്തിൽ അത് ഖൈറാണെങ്കിൽ നിലനിർത്തി തരാനും, ഇനി അത് ഖൈറല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തട്ടിമാറ്റുവാനും വേണ്ടി ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് സ്വലാത്തുൽ ഇസ്തിഖാറയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് അറിയപ്പെടുന്നത്. ഇൻഷാ അള്ളാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസിനെ വിശദീകരിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ ഒരു രൂപം ലഭിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമാ. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുനൽ ഇസ്തിഖാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഇസ്തിഖാറ പഠിപ്പിച്ചു തന്നിരുന്നു. കേവലം പറഞ്ഞു തന്നതല്ല, പഠിപ്പിച്ചിരുന്നു. അഥവാ ഇസ്തിഖാറയിൽ അള്ളാഹുവിനോട് തെരഞ്ഞെടുപ്പിനെ തേടുമ്പോൾ, ഖൈറായതിനെ തേടുമ്പോൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ഏത് വിഷയത്തിൽ? ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും. ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യങ്ങളിലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ദുനിയാവിൻ്റെ കാര്യങ്ങളിലാണ് പ്രധാനമായും. ഇല്ല എങ്കിൽ മതത്തിൻ്റെ വിഷയത്തിൽ ഇസ്തിഖാറയില്ല. ഉദാഹരണത്തിന് 5 വക്ത് നമസ്കാരം, അത് നമ്മൾ ഇസ്തിഖാറ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. റമളാനിലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റു ആരാധനാ കർമ്മങ്ങൾ, ഇതൊന്നും ഇസ്തിഖാറ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതല്ല, ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്നാൽ ജായിസായ അനുവദനീയമായ ഒരു കാര്യത്തിൽ ഏതാണ് കൂടുതൽ ഖൈർ, അതേപോലെ തന്നെ സുന്നത്തായ 2 കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഇതിൽ കൂടുതൽ ഖൈറായത് ഏതാണ് എന്ന വിഷയത്തിൽ എല്ലാം ഇസ്തിഖാറ ആകാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യങ്ങളാണ്. ഇനി ദീനിൻ്റെ കാര്യങ്ങളാണെങ്കിൽ തന്നെ വാജിബായ വിഷയങ്ങളിലല്ല. അതേപോലെ തന്നെ ഒരു ഹറാമ് ഉപേക്ഷിക്കുന്ന വിഷയത്തിലും ഇസ്തിഖാറയില്ല. മദ്യപാനം ഉപേക്ഷിക്കുക, അതിൽ ഇസ്തിഖാറയുടെ ആവശ്യമില്ല. പലിശ ഉപേക്ഷിക്കുക, ഇസ്തിഖാറയുടെ ആവശ്യമില്ല. വ്യഭിചാരം ഉപേക്ഷിക്കുക, ഇസ്തിഖാറയുടെ ആവശ്യമില്ല. അപ്പോൾ ഇസ്ലാം ഹറാമാക്കിയതോ കറാഹത്തായി വെറുക്കപ്പെട്ടതായി പഠിപ്പിച്ചതോ ആയ ഒരു വിഷയം ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ഇസ്തിഖാറയില്ല. അതേപോലെ തന്നെ ഇസ്ലാം നിർബന്ധമാക്കിയ അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പുണ്യമാക്കി പഠിപ്പിച്ച കാര്യങ്ങളിലും ഇസ്തിഖാറയില്ല. എന്നാൽ ജായിസായ അനുവദനീയമായ ഒരു വിഷയം, അതല്ലെങ്കിൽ സുന്നത്തായ 2 വിഷയങ്ങൾ ഒത്തുവന്നു, അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ എങ്കിൽ അതിൽ കൂടുതൽ ഖൈറായത് ഏതാണ് എന്ന വിഷയത്തിലെല്ലാം അൽഹംദുലില്ലാ ഇസ്തിഖാറ ആകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ്. അതോടൊപ്പം മനസ്സിലാക്കുക, ദുനിയാവുമായി ബന്ധപ്പെട്ട ജായിസായ മുഴുവൻ വിഷയങ്ങളിലും ഇസ്തിഖാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു എന്നാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറ വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ധാരാളം ഖൈർ അത് നേടിത്തരും, ധാരാളം ഷർറുകളിൽ നിന്ന് അവ നമ്മെ തടയുകയും ചെയ്യും. ഏതുപോലെ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ, ഒരു അധ്യായം പഠിപ്പിക്കുന്നത് പോലെ. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ സൂറത്തുകൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടും ഓതിക്കൊടുത്തുകൊണ്ടുമായിരുന്നു. ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുക്കും. അങ്ങനെയായിരുന്നു അവർ ഹിഫ്ളാക്കിയിരുന്നത്. അതേപോലെ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. ഇതിൻ്റെ പ്രാധാന്യം കൊണ്ട് ഖുർആനിലൊരു സൂറത്ത് എത്രയാണോ ആവർത്തിച്ച് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തത്, അതേപോലെ ഈ ദുആ, ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദുആ അത്രമാത്രം പ്രാധാന്യപൂർവ്വം അവരെ പഠിപ്പിച്ചു. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്തിഖാറയുടെ ദുആ പഠിപ്പിച്ചത്. വളരെ ഗൗരവപൂർവ്വവും ആവർത്തിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും, നേരത്തെ സൂചിപ്പിച്ച രൂപത്തിലുള്ള ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും ഇസ്തിഖാറ വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നൊക്കെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലായി. ഇനി ഹദീസിൻ്റെ മറ്റു ഭാഗം നോക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് പറയും, യഖൂലു, റസൂല് പറയും, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംരി, നിങ്ങളിൽ ആരെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, ശരിക്കും ശ്രദ്ധിക്കുക, ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച് നടപ്പിലാക്കാൻ വിചാരിച്ചാലാണ് ഇസ്തിഖാറയുടെ ദുആയും അതിൻ്റെ നമസ്കാരവും. അതല്ലാതെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത വന്നിട്ടേ ഉള്ളൂ, ഏതാണ് ശരി, ചെയ്യണോ ചെയ്യണ്ടേ, ആ വിഷയത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ലെങ്കിൽ സ്വലാത്തുൽ ഇസ്തിഖാറ നിർവഹിക്കേണ്ടതില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തകളും അതിൻ്റെ വേലിയേറ്റവും ആ ചിന്തകളിലുണ്ടാകുന്ന മാറ്റങ്ങളും നിരന്തരം സംഭവിക്കുന്നതാണ്. അതിനൊക്കെ നമസ്കരിക്കാൻ നിന്നാൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി തീരും. അപ്പോൾ ഇവിടെ എന്താണ്? ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ. അതാണ് മറ്റൊരു റിവായത്തിൽ വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാം, ഇദാ അറാദ അഹദുക്കുമുൽ ഹാജ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ആവശ്യത്തിന് ഉദ്ദേശിച്ചാൽ. അപ്പോൾ മനസ്സിൽ തീരുമാനിച്ച് കഴിഞ്ഞാലാണ് പിന്നെ അത് നമ്മൾ അള്ളാഹുവിലേക്ക് വിടുന്നത്. എന്നാൽ അങ്ങനെ തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നെ സ്വന്തം ആ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി ആലോചിക്കാം. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വിഷയം തത്തുല്യമായത് മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ,
അവർക്ക് അതിലൂടെ വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്താണ് പറയുന്നത്, സാഹചര്യങ്ങൾ എന്താണ് പറയുന്നത്, തൻ്റെ അവസ്ഥ എന്താണ്, ഇത് നമുക്ക് സ്വയം ആലോചിക്കാം. അതിനു പുറമെ അതിനേക്കാൾ ഹൈറായ മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുക. അതാണ് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്, വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കുക. എന്നിട്ട് ഫഇദാ അസംത, എന്നിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ ഫതവക്കല അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കലാക്കുകയും ചെയ്യുക. ആ തവക്കുലിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ സ്വലാത്തുൽ ഇസ്തിഖാറയും ഈ ദുആയും. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ആളുകളോട് കൂടിയാലോചിക്കുക. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു, ഒരു വിഷയം സബ്ജക്റ്റ് പ്രത്യേകമായി എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു ജോലിക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നു, വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം ഉദ്ദേശിക്കുന്നു. അങ്ങനെ ദുനിയാവിൻ്റെ ഏത് കാര്യങ്ങളാകട്ടെ, അത് ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളാവട്ടെ, അവിടങ്ങളിലൊക്കെ നാം കൂടിയാലോചിക്കേണ്ടതുണ്ട്. വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നതാണ്. എല്ലാവരോടുമല്ല, ആ വിഷയത്തിൽ കഴിവുള്ള, സത്യസന്ധരായ, വിശ്വസ്തരായ, നമ്മെ വഞ്ചിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള, ബുദ്ധിശക്തിയുള്ള, അനുഭവ സമ്പത്തുള്ള ആളുകളോടും ഏറ്റവും അടുത്ത ആളുകളോടും കൂടിയാലോചിക്കുക. നമ്മുടേതായ ചിന്തകൾക്കും നമ്മൾ വിഷയീഭവിപ്പിക്കുക. അതിനുശേഷമാണ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആത്യന്തികമായി ഇവിടെ തീരുമാനിച്ചതുമെല്ലാം സൃഷ്ടികൾ പരസ്പരം ആലോചിച്ചാണ്. സൃഷ്ടികൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് അറിവില്ലായ്മകളുണ്ട്. ആ അറിവില്ലായ്മകളെ, പോരായ്മകളെ, നമ്മുടെ ദുർബലതകളെ പിന്നീട് അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് റബ്ബിനോട് തേടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു ഉചിതമായി തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കുകയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ, രണ്ടിലേതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്, മനസ്സിൽ സംശയവും ശക്കും, രണ്ടിലേതാണ് ചെയ്യേണ്ടത് എന്ന് സംശയമുണ്ടാക്കുമ്പോൾ ഈ നമസ്കാരം നിർവഹിച്ചാൽ ശരിയായത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും എന്ന ഒരു ധാരണയുണ്ട്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആ ധാരണ തെറ്റാണ്. ഇവിടെ ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചാൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടേതായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തണം. എന്നിട്ടത് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു, എന്നാലും നമുക്കറിയില്ലല്ലോ അതിൽ വല്ല ഷർറുമുണ്ടോ എന്ന്. അപ്പോൾ അത് അല്ലാഹുവിലേക്ക് വിടുക. അപ്പോൾ ഇത് അവസാനത്തിൽ ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തമാണ്. അതാണ് ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇദാ അറാദ അഹദുക്കുമുൽ ഹാജ, നിങ്ങളൊരു ഹാജത്ത് ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ദുആയിൽ വരുന്ന പ്രയോഗങ്ങളിലെല്ലാം അമ്രൈൻ എന്ന് പറയുന്നില്ല, അൽ അമ്ർ, ഇന്ന കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളല്ല, ഒരു കാര്യം ചെയ്യാൻ നാം ഉദ്ദേശിക്കുകയും കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുകയും ചെയ്താൽ പിന്നീട് അള്ളാഹുവിലേക്ക് വിടുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീദ, നിർബന്ധമല്ലാത്ത 2 റക്അത്ത് നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക. ഇവിടെ ഫൽയർക റകഅതൈനി എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പോൾ 2 റക്അത്ത് നമസ്കരിക്കണം. എത്രയാണ്? 2 റക്അത്താണ്. അതിൽ കൂടേണ്ടതില്ല, കുറയ്ക്കേണ്ടതുമില്ല. ഫൽയർക റകഅതൈനി. ആ നമസ്കാരത്തിൻ്റെ പ്രത്യേകത മിൻ ഗൈരിൽ ഫരീദ, നിർബന്ധ നമസ്കാരമാവരുത്. ഫജ്ർ നമസ്കാരമോ ളുഹർ നമസ്കാരമോ ഒന്നുമല്ല. അതേപോലെ തന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ 2 റക്അത്ത് നിർബന്ധമല്ല എന്നാണ്. അങ്ങനെയും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദുആ മാത്രം ചെയ്താലും മതിയാകുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആ മാത്രം ചെയ്താലും മതിയാകും. പക്ഷേ നമസ്കാരം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ വലിയ നേട്ടമുണ്ടാക്കി തരും. മിൻ ഗൈരിൽ ഫരീദ എന്നതിന് 2 വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ഏതെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമായിരിക്കട്ടെ. അതേപോലെ തന്നെ ഈ 2 റക്അത്ത് നമസ്കാരം ഫർളല്ല, സുന്നത്ത് മാത്രമാണ്. ഇങ്ങനെ 2 അർത്ഥമാണുള്ളത്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അദ്കാറിൽ സൂചിപ്പിച്ചത്, വതകൂനു സ്വലാഹ് റകഅതൈനി മിനൻ നാഫില,
നാഫിലത്തിൽപ്പെട്ട 2 റക്അത്തായിരിക്കണം, ഫർളിൽപ്പെട്ടതാവരുത്. വല്ലാഹിറു, പ്രത്യക്ഷത്തിൽ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അന്നഹാ തഹ്സുലു ബിറക്അതൈനി മിനസ്സുനനിർ റവാത്തിബ്, റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് നമസ്കരിച്ചാലും മതിയാകുന്നതാണ്. വബി തഹിയ്യത്തിൽ മസ്ജിദി വഗൈരിഹാ മിനൻ നവാഫിൽ, അതേപോലെ തന്നെ തഹിയ്യത്തുൽ മസ്ജിദ്, മസ്ജിദിൽ കയറിയാലുള്ള തഹിയ്യത്ത് അതിനുശേഷവുമാകാം. അതേപോലെ തന്നെ വുളു എടുത്ത ഉടനെയുള്ള 2 റക്അത്ത് അതിനുശേഷവുമാകാം. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് അതിനുശേഷമാകാം. മറ്റ് ഏത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷവുമാകാം. ഇനി ഈ ദുആക്ക് വേണ്ടി മാത്രമുള്ള സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന നിയ്യത്തോടു കൂടിയുമാകാം. പക്ഷേ നമസ്കാരത്തിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം. ഇതിന് ശേഷം ഞാൻ ഈ ഒരു ഇസ്തിഖാറയുടെ ദുആ ചെയ്യുമെന്ന ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നമസ്കരിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരിക്കണം. നമസ്കാരത്തിന് ശേഷമല്ല അതുണ്ടാവേണ്ടത്, നമസ്കരിച്ചു കൊണ്ടിരിക്കേയുമല്ല ഉണ്ടാവേണ്ടത്, നമസ്കാരത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഞാൻ ഈ ഒരു ദുആ കൂടി ഇതിന് ശേഷം ചെയ്യുന്നതാണ്. ഇപ്രകാരം ആ ഒരു നിയ്യത്തോടു കൂടി നമുക്ക് ഏത് റവാത്തിബ് സുന്നത്തിന് ശേഷവും ഈ ദുആ ആകാവുന്നതാണ്. ഇനി ഇതിനു വേണ്ടി മാത്രം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. അതാണ് ഇവിടെ ഫൽയർക റക്അതൈനി മിൻ ഗൈരിൽ ഫരീദ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു സുമ്മ ലിയഖുൽ, എന്നിട്ട് പറയട്ടെ. സുമ്മ ലിയഖുൽ, എന്നിട്ട് പറയട്ടെ. അപ്പോൾ ഇവിടെ എന്നിട്ട് സുമ്മ എന്ന് പറഞ്ഞതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞു ഈ 2 റക്അത്ത് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് ശേഷമാണ് ഈ ദുആ ചെയ്യേണ്ടത്. ഈ 2 റക്അത്ത് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. കാരണം സുമ്മ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞു നമസ്കാരത്തിൽ തന്നെ തശഹുദിൽ, കാരണം ആ സന്ദർഭത്തിലെ ദുആ ഏറെ സ്വീകരിക്കപ്പെടുന്നതാണ്, തശഹുദിലും ആകാവുന്നതാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ 2 അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലാം വീട്ടിയതിന് ശേഷവുമാകാം. പ്രത്യക്ഷത്തിൽ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഇനി സലാം വീട്ടുന്നതിന് മുമ്പേ അവസാനത്തെ തശഹുദിലെ അവസാനത്തെ ദുആയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്താലും വിരോധമില്ല. അതാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സുമ്മ ലിയഖുൽ. ഇനി എന്താണ് പറയേണ്ടത്? ഇനിയാണ് നാം ദുആയിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്തഖീറുക, ഞാൻ നിന്നോട് ഖൈറിനെ തേടുന്നു, ബിഇൽമിക, നിന്റെ അറിവിനെ മുൻനിർത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ഖൈറിനെ തേടുകയാണ്. ഇവിടെ 2 നിലക്കാണ് ബിഇൽമിക, നിന്റെ അറിവിനെ മുൻനിർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത് തഅലീലിൻ്റെ കാരണം പറയലാണ്, അഥവാ നീ എല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് നിന്നോട് ഖൈറിനെ തേടുന്നു. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇൽമിനെ തവസ്സുലാക്കുകയാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ തേടുന്നത്. അള്ളാഹുവാണല്ലോ എല്ലാ ഖൈറുകളെ തൊട്ടും ഷർറുകളെ തൊട്ടും അറിയുന്നവൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഖൈറിനെ തേടുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ അറിവെന്ന സിഫാത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇൽമെന്ന സിഫത്തിനെ വസീലയാക്കിക്കൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ അർത്ഥവും അതിൽ നിന്ന് ലഭിക്കും. നീ എല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് നിന്നോട് ഖൈറിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, അള്ളാഹുവേ, നിൻ്റെ അറിവിനെ, നിൻ്റെ ഇൽമിനെ, നീ എല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് ആ ഇൽമിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ഖൈറിനെ, നന്മയെ തേടുന്നു. അവിടെ നാം അറിവില്ലാത്തവരാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അറിവിനെ നാം അംഗീകരിക്കുന്നുമുണ്ട്. പിന്നീട് പറയുന്നത് അസ്തഖ്ദിറുക ബിഖുദ്റതിക, അസ്തഖ്ദിറു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ഖുദ്റത്തിനെ, കഴിവിനെ തേടുന്നു. നീ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനുള്ള കഴിവ് നൽകണമേ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് എല്ലാറ്റിനുമുള്ള തൗഫീഖ് നൽകുന്നത്. അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും നേടിയെടുക്കുക സാധ്യമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നാം കഴിവിനെ തേടുകയാണ്. നമുക്ക് കഴിവ് നൽകാനും നാം ഉദ്ദേശിച്ച കാര്യം നടപ്പിൽ വരുത്തുവാനുമുള്ള തൗഫീഖ്, അതിനുള്ള ഖുദ്റത്ത്, കഴിവ് അള്ളാഹുവിനോട് തേടുന്നു. വ അസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്റെ ഖുദ്റത്തിനെ മുൻനിർത്തി, അള്ളാഹുവിൻ്റെ കഴിവിനെ മുൻനിർത്തി. കാരണം അതിന് തൗഫീഖ് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്.
അതേപോലെ തന്നെ ഇതിന് മറ്റൊരു വ്യാഖ്യാനവും കൂടി നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഖദർ എന്ന വാക്ക് അള്ളാഹുവിൻ്റെ വിധിയെ സംബന്ധിച്ചും പറയാവുന്നതാണല്ലോ, ഭാഷാപരമായും മതപരമായും. അതുകൊണ്ട് തന്നെ നിൻ്റെ വിധിയെ ഞാൻ തേടുന്നു, നിൻ്റെ ഖദറിനെ ഞാൻ തേടുന്നു, എനിക്ക് ഏറ്റവും ഹൈറായത് നീ വിധിക്കുവാൻ ഞാൻ നിന്നോട് തേടുന്നു എന്ന അർത്ഥവുമാകാം. രണ്ടാണെങ്കിലും ഒരേ ആശയമാണ്. അള്ളാഹുവാണ് ഏത് കാര്യവും ഖദറാക്കുന്നത്, വിധിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഏതൊരു കാര്യം ചെയ്യുവാനുമുള്ള ഖുദ്റത്ത് അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. വ അസ്തഖ്ദിറുക ബിഖുദ്റതിക, അതുകൊണ്ട് തന്നെ നിൻ്റെ കഴിവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് കഴിവിനെ തേടുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും ആഫിയത്തും സാഹചര്യങ്ങളുമെല്ലാം നീ എനിക്ക് എളുപ്പമാക്കി തരണമെന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതാണ് വ അസ്തഖ്ദിറുക ബിഖുദ്റതിക വ അസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിൻ്റെ മഹത്തായ ഫദ്ലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഔദാര്യം. വ അസ്അലുക, ഞാൻ നിന്നോട് തേടുന്നു, മിൻ ഫദ്ലികൽ അദീം, നിൻ്റെ ഏറ്റവും മഹത്തായ ഫദ്ലിൽ നിന്ന്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന ഫദ്ലാണ് എന്ന സൂചനയും അതിലുണ്ട്. അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്, ഒന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല, എല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നിഅമത്തും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് വ അസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിൻ്റെ മഹത്തായ ഫദ്ലിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു. കാരണം എന്താണ്? അങ്ങനെ നിന്നോട് തേടാനുള്ള കാരണം എന്താണ്? ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, ഫഇന്നക തഖ്ദിർ, അല്ലാഹുവേ നീ കഴിവുള്ളവനാണ്. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അല്ലാഹുവിന് കഴിവില്ലാത്ത ഒന്നുമില്ല. വലാ അഖ്ദിർ, എന്നാൽ അല്ലാഹുവേ ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ നിൻ്റെ സൃഷ്ടിയാണ്, നിൻ്റെ സഹായമില്ലാതെ നീ കഴിവ് നൽകാതെ ഒരു കാര്യത്തിനും എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ ദുർബലരാണ്, ഞാൻ ദുർബലനാണ്. വലാ അഖ്ദിർ, കഴിവില്ലാത്തവനാണ്, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് നിന്നോട് കഴിവിനെ തേടുന്നത്, നിന്നോട് ഖൈറിനെ തേടുന്നത്. അതേപോലെ തന്നെ വതഅലമു, നീ എല്ലാം അറിയുന്നവനാണ്. വലാ അഅലമു, ഞാൻ അറിവില്ലാത്തവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ വളരെ ബാഹ്യവും ദുർബലവുമാണ്. എന്നാൽ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതാണ് വ അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ അദൃശ്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. അല്ലാം എന്നാണ് പറഞ്ഞത്, എല്ലാ നിലക്കും അതിസൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, അതിനാണ് അല്ലാം എന്ന് പറയുന്നത്. വ അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ ഗൈബുകളും അറിയുന്നവനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വ അസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമുൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഖൈറായിരിക്കും. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിവില്ലാത്തവരാണ്. അപ്പോൾ നമുക്ക് ഖൈറാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഒരുപക്ഷെ അത് ഖൈറായിക്കൊള്ളണമെന്നില്ല. മനുഷ്യർക്ക് മുഴുവൻ ഖൈറാണെന്ന് തോന്നുന്ന ഒരു കാര്യം അത് മാനവ സമൂഹത്തിന് ഖൈറായിക്കൊള്ളണമെന്നില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഷർറാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നാം അള്ളാഹുവിനോട് ഖൈറിനെ തേടുന്നത്. അള്ളാഹു അല്ലാമുൽ ഗുയൂബാണ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. അപ്പോൾ ഇവിടെ നാം നമ്മുടെ എല്ലാ കഴിവുകേടും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ കഴിവുകേട്, സമഗ്രമായ നമ്മുടെ അറിവില്ലായ്മ, ഇതെല്ലാം നാം അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. അതേ സമയത്ത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ അദൃശ്യം അറിയുന്നവനാണ് എന്ന അള്ളാഹുവിൻ്റെ ഉന്നതമായ സിഫാത്തുകളെയും അസ്മാകളെയും നാം വസീലയാക്കുകയും ആ നിലക്ക് അള്ളാഹുവിനെ നാം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻത തഅലമു, നീ അറിയുന്നുവെങ്കിൽ, അന്ന ഹാദൽ അംറ, ഈ ഒരു കാര്യം, അഥവാ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യം. അവിടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം പറയുമ്പോൾ അന്ന ഹാദൽ അംറ, ഈ ഒരു കാര്യം എന്ന് മൊത്തത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ടാകും, ആ കാര്യം നിങ്ങൾക്കവിടെ സൂചിപ്പിക്കാമെന്നാണ്. എൻ്റെ ഇന്ന യാത്ര, അല്ലെങ്കിൽ ഇന്നാലിന്ന വീട്ടിലെ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നത്, അതല്ലെങ്കിൽ എൻ്റെ ഇന്ന ബിസിനസ് സംരംഭം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഇന്നാലിന്ന പരീക്ഷ, ഇന്ന വിഷയം, അത് നമുക്ക് പ്രത്യേകം എടുത്തു പറയാം. അറബിയിൽ പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി അതല്ല മലയാളത്തിലാണ് അറിയാവുന്നതെങ്കിൽ മലയാളത്തിൽ നമുക്കത് സൂചിപ്പിക്കാം. അത് മനസ്സിൽ തോന്നിയാലും മതി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പറയലാണ് കൂടുതൽ ഖൈർ. നമ്മൾ അള്ളാഹുവിനോട് ആ വിഷയം തന്നെ പറയുക, അന്ന ഹാദൽ അംറ,
ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യം, എന്നിട്ട് ആ വിഷയം ഏതാണ് എന്ന് പറയുക. ഖൈറുൻ ലീ ഫീ ദീനി, എൻ്റെ ദീനിന് ഖൈറാണെങ്കിൽ, വ മആശി, എൻ്റെ ഉപജീവനത്തിലും അഥവാ ദുനിയാവിലും, വ ആഖിബത്തി അംരി, എൻ്റെ പര്യവസാനത്തിലും അഥവാ പരലോകത്തേക്കും ഖൈറാണെങ്കിൽ. നോക്കൂ, നിങ്ങൾ സമഗ്രമാണ്. കാരണം നമുക്ക് ദീനിൽ ഖൈറായ ഒരു കാര്യം, അതേപോലെ തന്നെ അത് ദുനിയാവിലും ഖൈറായി മാറുകയാണെങ്കിൽ, പരലോകത്തിലും ഖൈറായി തീരുകയാണെങ്കിൽ അത് ഖൈറിൻ്റെ സമഗ്രതയാണ്. 3 മേഖലകളിലും ഖൈർ. എന്നാൽ ചില വിഷയങ്ങളുണ്ട്, നാം അവിടെ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ദുനിയാവ് നഷ്ടപ്പെടുത്തേണ്ടി വരും, അതിൽ വിരോധമില്ല. വേറെ ചില സന്ദർഭത്തിൽ ദുനിയാവിനെ മുറുകെ പിടിക്കുമ്പോൾ ദീനിലെ പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. വേറെ ചില സന്ദർഭത്തിൽ ദുനിയാവിലെ ഖൈറിനെ തേടുമ്പോൾ പരലോകത്ത് നമുക്കത് ഷർറായിത്തീരും. ഇങ്ങനെയെല്ലാമുള്ള അവസ്ഥയുണ്ട്. എന്നാൽ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ എന്ന് ദുആയിൽ പറഞ്ഞതുപോലെ ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് ഉണ്ടാവുന്ന ഒരവസ്ഥ, അതാണ് നമ്മൾ തേടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവേ ഈ ഒരു കാര്യം എൻ്റെ ദീനിൽ ഖൈറാണ്, എൻ്റെ മആഷ് എന്ന് പറഞ്ഞാൽ മആഷി ഉപജീവനം, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം, വ ആഖിബത്തി അംരി, എൻ്റെ പരലോകത്തേക്കും ഖൈറാണെങ്കിൽ. വേറെ ചില റിവായത്തിലുള്ളത് ഫീ ദീനി വ മആഷി വ ആഖിബത്തി അംരി എന്നതിന് പകരം ഫീ ആജിലി അംരി വ ആജിലിഹി, എൻ്റെ ഏറ്റവും സമീപസ്ഥമായ കാര്യത്തിലും ഔ ആജിലിഹി, വിദൂരസ്ഥമായ കാര്യത്തിലും, അഥവാ പിന്നീടുള്ള ഒരുപാട് കാലത്തിന് ശേഷം ഉള്ള വിഷയമാകട്ടെ തൊട്ടുടനെയുള്ള വിഷയമാകട്ടെ, അതിലൊക്കെ ഖൈറാണെങ്കിൽ. ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഖൈറായിരിക്കും പിന്നീട് ഷർറാവും. വേറെ ചിലതുണ്ട് ഇപ്പോൾ പ്രയാസം തോന്നിയാലും പിന്നീട് ഖൈറായിത്തീരും. അപ്പോൾ ഇവിടെ നമ്മൾ തേടുന്നത് ഇപ്പോഴും വരാനിരിക്കുന്ന സന്ദർഭത്തിലേക്കുമെല്ലാം അത് ഖൈറായി തീരണമേ. അങ്ങനെ ഖൈറാണെന്ന് നീ അറിയുന്നുവെങ്കിൽ അപ്പോൾ എൻ്റെ ദീനിൽ, എൻ്റെ ദുനിയാവിൽ, എൻ്റെ പരലോകത്തേക്ക് ഉടനെയുള്ള കാലത്തും പിന്നീട് വരാനിരിക്കുന്ന കാലത്തുമൊക്കെ ഖൈറായി തീരുന്നുവെങ്കിൽ അല്ലാഹുവേ ഫഖ്ദുറുഹു ലീ, നീ എനിക്കത് ഖദറാക്കണേ. ഇപ്പോൾ ഞാൻ ഈ ഉദ്ദേശിച്ചത് നീ എനിക്ക് വിധിക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കുകയില്ല. അള്ളാഹു കൂടി വിധിച്ചാലേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് പറയാണ്, ഇതിലാണ് ഖൈറെങ്കിൽ പടച്ച റബ്ബേ നീ എനിക്കിത് വിധിക്കാതിരിക്കരുതേ, നീ എനിക്ക് വിധിക്കണം. ഫഖ്ദുറുഹു ലീ, നീ എനിക്കത് വിധിക്കണം. വയസ്സിറുഹു ലീ, പിന്നീട് നീ എനിക്കത് എളുപ്പമാക്കി തരണം. സുമ്മ ബാരിക് ലീ ഫീ, പിന്നീട് നീ എനിക്കത് ബറക്കത്ത്, അതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകുകയും വേണം. കാരണം ഏതൊരു കാര്യവും ഈ 3 രൂപത്തിലാകുമ്പോഴാണ് സമഗ്രമായ ഖൈറായിത്തീരുന്നത്. ഒന്ന്, അള്ളാഹു ഖദറാക്കണം. ഖദറാക്കിയാൽ മാത്രം പോരാ, അത് നിർവഹിക്കുവാൻ കാര്യങ്ങൾ എളുപ്പമാക്കി തരികയും വേണം. കാരണം എല്ലാ വിഷയങ്ങളിലും എളുപ്പം നൽകുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ എനിക്കത് വിധിക്കുകയും നീ എനിക്കത് എളുപ്പമാക്കി തരികയും പിന്നീട് ആ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ ഖൈറുകൾ ഉണ്ടാവണം. അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. നന്മയിലുള്ള വർധനവിനാണ്, അനുഗ്രഹങ്ങളിലെ വർധനവിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. സുമ്മ ബാരിക് ലീ ഫീ, പിന്നീട് നീ എനിക്കത് അതിൽ ബറക്കത്ത് നൽകണമേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ ഇത് 3ഉം വരണം. അള്ളാഹുവിൻ്റെ ഖദർ, അത് ചെയ്യാനുള്ള എളുപ്പം, 3 അതിലുള്ള ബറക്കത്ത്. ഇത് 3ഉം നാം അള്ളാഹുവിനോട് തേടുകയാണ്. നാം ഉദ്ദേശിച്ച വിഷയം ഇഹത്തിലും പരത്തിലും നമുക്ക് ഖൈറാണെങ്കിൽ. ഇനി അതല്ല, വ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, ഇനി അതല്ല അള്ളാഹുവേ നീ അറിയുന്നുവെങ്കിൽ ഈ ഒരു കാര്യം, അവിടെയും നമുക്കത് ഏതാണ് വിഷയം എന്നെടുത്ത് പറയാം. ഒരു യാത്ര, അതല്ലെങ്കിൽ ഒരു നിക്കാഹ്, അതേപോലെയുള്ള ഏത് വിഷയവും നമുക്ക് എടുത്ത് പറയാം. അത് നീ അറിയുന്നുവെങ്കിൽ എങ്ങനെ? ഷർറുൻ ലീ ഫീ ദീനി വ മആഷി വ ആഖിബത്തി അംരി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതേ അർത്ഥമാണ്. പരലോകത്തിലേക്കും എൻ്റെ ഉപജീവനത്തിലും എൻ്റെ ദീനിലും എനിക്ക് ഷർറാണെങ്കിൽ, ഉപദ്രവമാണെങ്കിൽ, അല്ലെങ്കിൽ ഔ ഖാല ഫി ആജിലി അംരി വ ആജിലിഹി, ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ, അല്ലെങ്കിൽ ഈ ലോകത്തോ അല്ലെങ്കിൽ പരലോകത്തോ, അതിന് അങ്ങനെയും അർത്ഥമുണ്ട്. ഈ ലോകത്തോ അല്ലെങ്കിൽ പരലോകത്തോ എനിക്ക് ഷർറാണെങ്കിൽ അള്ളാഹുവേ, കാരണം നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം നാം ഖൈറാണെന്ന് വിചാരിച്ചാണ് തീരുമാനിച്ചത്, കൂടിയാലോചിച്ചു, തീരുമാനിച്ചു, ഖൈറാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അതിൽ ഒരു പക്ഷേ നമുക്ക് ഷർറുണ്ടാകും, നമുക്കറിയില്ല. കാരണം നമുക്ക് ഗൈബ് അറിയില്ലല്ലോ, ഭാവി അറിയില്ലല്ലോ, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ്, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, അത് ഷർറാണെന്നാണ് നീ അറിയുന്നതെങ്കിൽ ഫസ്രിഫുഹു അന്നി, അതിനെ എന്നിൽ നിന്ന് നീ അകറ്റണമേ.
വസ്രിഫ്നി അൻഹു, എന്നെ അതിൽ നിന്നും അകറ്റണമേ. ഇവിടെ നമ്മൾ സ്വാഭാവികമായും വിചാരിക്കും ഫസ്രിഫ്ഹു അന്നി, അതിനെ എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പറഞ്ഞാൽ പോരെ എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടാമത്തത് കൂടി വരുമ്പോഴാണ് അത് സമഗ്രമായി തീരുന്നത്. കാരണം രണ്ടും അകന്നു പോവട്ടെ, അപ്പോൾ അത് കൂടുതൽ വിദൂരമായി. ആ പറഞ്ഞ വിഷയവും നമ്മിൽ നിന്ന് അകന്നു പോവുക, നാമും ആ വിഷയത്തിൽ നിന്ന് അകന്നു പോവുക. അവിടെ പല വ്യാഖ്യാനങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും 3 വ്യാഖ്യാനങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ആ വിഷയം അള്ളാഹുവേ നീ എനിക്ക് ഖദറാക്കരുതേ, അതാണ് ഫസ്രിഫ്ഹു അന്നി, എന്നിൽ നിന്ന് അത് നീ മാറ്റിക്കളയണമേ, നീ അതെനിക്ക് ഖദറാക്കരുത്, നീ എനിക്കത് വിധിക്കരുത്. വസ്രിഫ്നി അൻഹു, അതേപോലെ തന്നെ എന്നെ അതിൽ നിന്നും നീ അകറ്റണമേ. അഥവാ അത് ചെയ്യുന്ന വിഷയത്തിൽ നീ എനിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക, അത് ചെയ്യാൻ പറ്റാതെ പോവുക. പല വിഷയങ്ങളും നമുക്ക് തന്നെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. ഒരു വിഷയം വന്നു, എല്ലാം റെഡിയാണ്, പക്ഷെ അതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ വേറെന്തെങ്കിലും ഒരു കാര്യം വന്ന് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത വിധം വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്. പിന്നീടാണ് നാം അറിയുന്നത് അത് നമുക്ക് വലിയൊരു ഖൈറായിരുന്നു, അന്നത് ചെയ്യാതിരുന്നത് ഖൈറായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ ആ വിഷയത്തെയും നീ എന്നിൽ നിന്ന് അകറ്റണം, എനിക്ക് ഖദറാക്കരുത്, എന്നെയും ആ വിഷയത്തിൽ നിന്ന്, അതിൻ്റെ പിന്നാലെ കൂടാതെ ആ വിഷയത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെയും നീ തെറ്റിച്ച് കളയണേ. ഇതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത്, ഇത് രണ്ടും അകന്നു പോകുമ്പോൾ അതിൻ്റെ ദൂരം കൂടുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയം നമ്മിൽ നിന്നും ആ വിഷയത്തിൽ നിന്നും നാമും അകന്നു പോവുക. അപ്പോൾ രണ്ടും അകന്നു പോകുമ്പോൾ അത് വിദൂരമായി നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ അത് വരികയില്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവണമേ. മൂന്നാമത്തത്, എന്നെ അതിൽ നിന്ന് നീ അകറ്റണമേ എന്നതിന് നമ്മുടെ മനസ്സിനെ കൂടി നീ ആ വിഷയം മറപ്പിക്കണേ എന്നൊരർത്ഥം കൂടിയുണ്ട്. ചില വിഷയങ്ങളുണ്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല ഖൈറും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാലും മനസ്സിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നോ കൂടുതൽ ഖൈറ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ആ വിഷയം മതിയായിരുന്നു എനിക്ക് എന്നിങ്ങനെ മനസ്സിൽ പിന്നീട് ഇങ്ങനെ തോന്നുന്ന ഒരവസ്ഥ. അതിൻ്റെ സമയം കഴിഞ്ഞു പോയി, ഇനി അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുകയില്ല, ലഭിക്കുകയില്ല എന്നൊക്കെ നമുക്കറിയാം. എന്നാലും പിന്നെയും മനസ്സിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ, ഈ ഒരു അവസ്ഥ നീ എനിക്ക് മാറ്റിത്തരണമേ എന്നാണ്. എൻ്റെ മനസ്സിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ചിന്തയും നീ ഉണ്ടാക്കരുതേ. ഞാൻ ചെയ്യാതെ പോയതിൽ എനിക്കൊരു വിഷമം ഉണ്ടാക്കരുതേ. എനിക്ക് അവളെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ കച്ചവടം ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് ആ യാത്ര തന്നെ മതിയായിരുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ പിന്നീട് ഉണ്ടാവരുത്. അള്ളാഹു തട്ടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഖലാസ്, ആ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. അതിനുള്ളൊരു തൗഫീഖും നീ എനിക്ക് നൽകണമേ. അപ്പോൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു കാര്യം ഷർറാണെങ്കിൽ അതിനെ എന്നിൽ നിന്നും എന്നെ അതിൽ നിന്നും എൻ്റെ മനസ്സിനെയും ചിന്തയെയും എല്ലാം അതിൽ നിന്ന് നീ തട്ടിമാറ്റി എനിക്ക് സമാധാനം നൽകണമേ. എന്നിട്ട് പിന്നീട് പറയുന്നത് വഖ്ദുർ ലീ അൽ ഖൈറ ഹൈസു കാൻ, എവിടെയാണെങ്കിലും നീ എനിക്ക് ഖൈറ് വിധിക്കണമേ. എവിടെയാണെങ്കിലും നീ എനിക്ക് ഖൈറ് വിധിക്കണമേ. അഥവാ ഈ വിഷയം തട്ടിമാറ്റിക്കഴിഞ്ഞാലും റബ്ബേ എനിക്ക് ഖൈറായത് നീ വേറെ നൽകണം. അതാണ് വഖ്ദുർ ലിൽ ഖൈറ ഹൈസു കാൻ, എവിടെയായിരുന്നാലും നീ എനിക്ക് ഖൈറ് വിധിക്കണം. സുമ്മ അർദിനി, പിന്നീട് ആ വിഷയത്തിൽ നീ എനിക്ക് സംതൃപ്തിയും നൽകണമേ, തൃപ്തി നൽകണമേ. കാരണം അള്ളാഹു നമുക്ക് ഖദറാക്കുന്ന ഒരു വിഷയം നമ്മൾ ഉദ്ദേശിക്കാത്തൊരു വിഷയമായിരിക്കും. അവിടെ നമ്മുടെ മനസ്സിന് തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു മനസമാധാനക്കേടായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ നാം ഉദ്ദേശിച്ച രൂപത്തിലല്ല നടന്നത്, നാം ഉദ്ദേശിക്കാത്ത രൂപത്തിലാണ് നമ്മുടെ വിവാഹം നടന്നത് എങ്കിൽ അവിടെ അസംതൃപ്തിയോടുകൂടി കഴിയുകയല്ല, അള്ളാഹു വിധിച്ചതിൽ തൃപ്തിപ്പെടുക. അതിന് നമ്മൾ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൻ്റെ മാത്രം ഒരു ചിന്ത കൊണ്ടായിരിക്കും നമുക്ക് പ്രയാസം തോന്നുന്നത്. നമ്മുടെ മനസ്സ് മാറ്റിയാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. സംതൃപ്തിയാണ് പലയിടങ്ങളിലും പ്രശ്നമുള്ളത്. മനസ്സ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഹൈറായി. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് വിധിച്ച ഒരു വിഷയത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖളായിലുള്ള തൃപ്തി അത് ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് എവിടെയാണെങ്കിലും ഖൈറ് വിധിക്കണം, നീ വിധിച്ചതിന് തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഹൃദയ വിശാലത നീ എനിക്ക് പ്രദാനം ചെയ്യണേ. അതല്ലാതെ മനസ്സിലെപ്പോഴും സംശയങ്ങളും ബേജാറും സങ്കടവും അത് വേണ്ടിയിരുന്നില്ല എന്ന ചിന്തകളും മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്നതാണ്. അതില്ലാതിരിക്കുവാനും വേണ്ടി നാം തേടുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര ഗംഭീരമായൊരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഇനി ഒരാൾക്ക് ഇസ്തിഖാറയുടെ സ്വലാത്ത് നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഈ ദുആ എങ്കിലും അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്നാൽ സ്വലാത്ത് കൂടിയാണെങ്കിലോ ഉലമാക്കൾ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. കാരണം
സാധാരണ നിലക്ക് അവർ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ദുനിയാവിലൊരു രാജാവിൻ്റെ അടുത്ത് നമുക്കൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നാം ആദ്യം ആ രാജാവിനെ വാഴ്ത്തും, ആ രാജാവിനെ പുകഴ്ത്തും. അതേപോലെ തന്നെ ആ രാജാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഒരു പ്രവേശനം തേടും. എന്നിട്ട് രാജാവിനെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷമാണല്ലോ നമ്മുടെ കാര്യം നമ്മൾ പറയാറുള്ളത്. എന്നതുപോലെയാണ് സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് അള്ളാഹുവിനെ പ്രശംസിക്കലാണ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തലാണ്. അങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി അള്ളാഹുവിനോട് അടുത്തു. പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജൂദിലായിക്കൊണ്ടും ഖിയാമിലും റുക്കൂയിലുമൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിലേക്ക് സാമീപ്യം ഉള്ളവരായി തീർന്നു. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടുന്നവരായി ഈ നമസ്കാരത്തിലൂടെ മാറും. അതിനുശേഷം നമ്മുടെ വിഷയം പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഖാറക്ക് വേണ്ടി തന്നെ 2 റക്അത്ത് നമസ്കാരമുണ്ട്. ഇസ്തിഖാറക്ക് വേണ്ടിയുള്ള ഈ ഒരു 2 റക്അത്ത് നമസ്കാരം അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞത് ഈ ദുആ ഈ നമസ്കാരമില്ലാതെയും നിർവഹിക്കാമെന്ന് പഠിപ്പിക്കാനും, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു സുന്നത്ത് നമസ്കാരത്തിന് ശേഷമാണെങ്കിലും കുഴപ്പമില്ല. ളുഹറിന് മുമ്പുള്ളതോ അസറിന് മുമ്പുള്ളതോ മഗ്രിബിന് ശേഷമുള്ളതോ ഇശായിന് ശേഷമുള്ളതോ ആയ സുന്നത്ത് നമസ്കാരത്തിന് ശേഷമോ തഹിയ്യത്ത് നമസ്കാരത്തിന് ശേഷമോ വുളൂവിൻ്റെ സുന്നത്തിന് ശേഷമോ എല്ലാം ആകാവുന്നതാണ്. ഇതിനു വേണ്ടി മാത്രവും ആകാവുന്നതാണ്. ആ നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരമില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞാലാണ് ഈ നമസ്കാരം. അതല്ല നമ്മളൊരു വിഷയത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് മുഷാവറ ചെയ്ത് കൂടിയാലോചിച്ചൊക്കെ ഒരു വിഷയത്തിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് ആ വിഷയം അള്ളാഹുവിലേക്ക് വിടലാണ്. മനസ്സിൽ തോന്നുന്നതിനനുസരിച്ചെല്ലാം ഈ നമസ്കാരം നിരന്തരം നിർവഹിക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിഷയവുമായി മുന്നോട്ട് പോവുക. ഖൈറാണെങ്കിൽ അള്ളാഹു നിലനിർത്തിത്തരും, ഷർറാണെങ്കിൽ അള്ളാഹു തടയുകയും ചെയ്യും. എന്നാൽ ചില ആളുകൾ ധരിച്ചതുപോലെ ഇങ്ങനെ നമസ്കരിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു ഖൈറായതിട്ട് തരും. പിന്നീട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ഖൈറായിരിക്കും, അത് അള്ളാഹുവിൽ നിന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് സ്വപ്നം കാണിച്ചു തരും എന്ന തെറ്റായ ചിന്തകളുണ്ട്. അത് ഒഴിവാക്കണം. കാരണം നമ്മുടെ മനസ്സിലേക്ക് തോന്നലുകൾ തരുന്നത് ചിലപ്പോൾ പിശാചുമായിരിക്കാം. ഒരു വേള അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മറ്റു പല തിന്മകൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, കാരണം നമുക്കറിയാം ഇതൊരു പ്രാർത്ഥനയാണ്, മറ്റു പ്രാർത്ഥനകളുടെ നിബന്ധനകളെല്ലാം ഇതിനുമുണ്ട്. നമ്മൾ ഹറാമ് ചെയ്യുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു, അങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ ദുആ സ്വീകരിക്കപ്പെട്ടു കൊള്ളണം എന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളെല്ലാം തന്നെ എപ്പോഴും അള്ളാഹുവിൽ നിന്നാവണം എന്നില്ല. നമുക്ക് കാണിക്കപ്പെടുന്ന സ്വപ്നങ്ങളും എപ്പോഴും അള്ളാഹുവിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. പിശാചി ഇടപെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉലമാക്കൾ വ്യക്തമാക്കി പറഞ്ഞു തന്നു, ഒന്ന് ശരീഅത്തിൻ്റെ നിയമങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു വിഷയം തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കാര്യം അത് ഇസ്ലാം അനുവദിച്ചതാണോ അല്ലേ എന്ന് ആദ്യം പരിശോധിക്കണം. അത് ഇസ്ലാമിലെ മറ്റു നിയമങ്ങളുമായി ഏറ്റുമുട്ടുന്ന ഒരു വിഷയമാണോ ഞാൻ തീരുമാനിച്ചത് എന്ന് ആദ്യം പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ തന്നെ ഒരുപാട് ഷർറിനെ തടയാനും ഒരുപാട് ഖൈറിനെ കൊണ്ടുവരാനും നമുക്ക് കഴിയും. അതല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നടപ്പിൽ വരുത്തരുത്. ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നുകൂടി ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമികമായി ഹറാമല്ല, അനുവദിക്കപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളുമായി കൂടിയാലോചിക്കാം, അറിവുള്ള പണ്ഡിതന്മാരോട് കൂടിയാലോചിക്കാം, ആ വിഷയത്തിൽ അനുഭവജ്ഞാനമുള്ള ആളുകളോട് കൂടിയാലോചിക്കാം. അതും അള്ളാഹു നിശ്ചയിച്ച കാരണത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നതാണ് നമ്മുടെ ഖൈറിന് വേണ്ടി. ഇങ്ങനെയെല്ലാം പരിശോധിച്ചിട്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു. ഫത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോരുത്തർക്കും കഴിയുന്നത് എന്താണോ അതാണല്ലോ അള്ളാഹു കൽപ്പിച്ചത്. അങ്ങനെ നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അതിൽ ഖൈറുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മളൊരു തീരുമാനത്തിലെത്തിയാൽ പിന്നെ 2 റക്അത്ത് നമസ്കരിച്ച് റഹ്മാനായ റബ്ബിനോട് പറയുക. എങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും നമ്മൾ ആത്മാർത്ഥമായും മറ്റു ഹറാമുകളില്ലാതെയും റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മളിവിടെ തുറന്നു പറയുന്നുണ്ട്. അള്ളാഹുവേ, നീ അറിയുന്നു, ഞാൻ അറിവില്ലാത്തവനാണ്, നീയാണ് കഴിവുള്ളവൻ, ഞാൻ കഴിവില്ലാത്തവനാണ്, നീ എല്ലാം അറിയുന്നവനാണ്. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി നമ്മുടെ പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഖൈറാണെങ്കിൽ നമുക്കത് നിലനിർത്തി തരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യത്തിൽ തുടക്കത്തിൽ നമുക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. നമ്മൾ തന്നെ തീരുമാനിച്ചൊരു കാര്യം പക്ഷെ നടപ്പിൽ വരുത്തിയപ്പോൾ പ്രയാസം തോന്നിയേക്കാം. എന്നാലും ഇൻഷാ അള്ളാഹ്
വഴിയെ അതിൽ അള്ളാഹു ബറക്കത്ത്, അതിൽ ഖൈർ, അതിൽ എളുപ്പം അള്ളാഹു നൽകിയേക്കാം. അതേപോലെ തന്നെ ഷർറായ ഒരു കാര്യമായിരിക്കും, നമ്മൾ വിചാരിച്ചു ഖൈറാണെന്ന്, പക്ഷെ അത് തട്ടിമാറ്റപ്പെട്ടു. അറിയുക അത് അള്ളാഹു ഇടപെട്ട് തട്ടിമാറ്റിയതായിരിക്കാം. അതല്ലെങ്കിൽ തൽക്കാലം ഷർറാണെന്ന് നമുക്ക് തോന്നിയ ഒരു കാര്യമാണെങ്കിലും അള്ളാഹു പിന്നീട് അതിൽ ഖൈർ നൽകാം. അല്ലെങ്കിൽ തുടക്കത്തിൽ ഖൈറാണെങ്കിലും പിന്നീട് അള്ളാഹു അത് തട്ടിമാറ്റി നമുക്ക് കൂടുതൽ ഖൈറായത് നൽകിയേക്കാം. അപ്പോൾ നമുക്കറിയില്ല അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു ഒരു മഖ്റജ് ഉണ്ടാക്കി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ എല്ലാ കാര്യത്തിലും അള്ളാഹു ഒരു എളുപ്പം ഉണ്ടാക്കി തരും. അപ്പോൾ അതിലേക്കുള്ള ഒരു വളരെ വലിയ വസീലയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിട്ടുള്ള ഈ ദുആ നമ്മൾ ഓരോരുത്തരും കാണാതെ പഠിക്കുകയും സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയുന്ന ഈ ഒരു ഇസ്തിഖാറയുടെ നമസ്കാരം നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. ആ ദുആ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, അള്ളാഹുവെ നിൻ്റെ അറിവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ഖൈറിനെ തേടുന്നു. വ അസ്തഖ്ദിറുക ബിഖുദ്റതിക, നിൻ്റെ ഖുദ്റത്തിനെ മുൻനിർത്തി ഞാൻ നിന്നോട് കഴിവിനെ തേടുന്നു. വ അസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിൻ്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫ ഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, കാരണം നീ കഴിവുള്ളവനാണ്, ഞാൻ ഒന്നിനും കഴിവില്ലാത്തവനാണ്. വ തഅലമു വലാ അഅലം, നീ എല്ലാം അറിയുന്നു, ഞാൻ അറിവില്ലാത്തവനാണ്. വ അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ അദൃശ്യവും അറിയുന്നവനാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതി അംരി, അല്ലാഹുവേ എൻ്റെ ഈ കാര്യം എനിക്കും എൻ്റെ ദുനിയാവിനും എൻ്റെ ദീനിനും എൻ്റെ പരലോകത്തിനും ഖൈറാണെന്ന് നീ അറിയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഔ ഖാല ആജിലി അംരി വ ആജിലിഹി, എൻ്റെ വളരെ സമീപസ്ഥമായ കാലങ്ങളിലും അതല്ലെങ്കിൽ വിദൂരമായ ഭാവിയിലും ഖൈറാണെന്ന് നീ അറിയുന്നുവെങ്കിൽ ഫഖ്ദുർഹു ലീ വയസ്സിർഹു ലീ സുമ്മ ബാരിക് ലീ ഫീ, നീ എനിക്കത് വിധിക്കുകയും അതിൽ എളുപ്പമുണ്ടാക്കുകയും നീ എനിക്കതിൽ ബറക്കത്ത് നൽകുകയും ചെയ്യണമേ. വ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതി അംരി, അതല്ല ഈ ഒരു കാര്യം എൻ്റെ ദീനിനും ദുനിയാവിനും പരലോകത്തിനും ഷർറാണെന്ന് നീ അറിയുന്നുവെങ്കിൽ, ഔ ഖാല ഫീ ആജിലി അംരി വ ആജിലിഹി, എൻ്റെ സമീപസ്ഥവും വിദൂരവുമായ കാലങ്ങളിൽ അത് ഷർറാണെന്നാണ് നീ അറിയുന്നതെങ്കിൽ ഫസ്രിഫ്ഹു അന്നി വസ്രിഫ്നി അൻഹു, എന്നെ അതിൽ നിന്നും അതിനെ എന്നിൽ നിന്നും നീ തട്ടിമാറ്റണമേ. വഖ്ദുർ ലിൽ ഖൈറ ഹൈസു കാൻ, എവിടെയാണെങ്കിലും നീ എനിക്ക് ഖൈർ വിധിക്കണമേ. സുമ്മ അർദിനി, പിന്നീട് നീ എനിക്കതിൽ തൃപ്തി നൽകുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. നമസ്കാരത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പ്രാർത്ഥന നിരന്തരമാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സുന്നത്ത് പലപ്പോഴും എടുക്കപ്പെട്ടു പോയതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അത്രയും പ്രാധാന്യപൂർവ്വം റസൂല് പഠിപ്പിച്ചത്. ഒരുപാട് ഷർറിനെ മാറ്റുവാനും നമുക്കിതിലൂടെ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വൃദ്ധന്മാരും യുവാക്കളും സമൂഹത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഇത് പ്രാവർത്തികമാക്കുക. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.